പ്രതിഷേധം നടക്കുന്നുണ്ട് സ്കൂളിൽ. അതിലേക്കൊന്ന് പോകുന്നു. അവിടെ നാട്ടുകാരാണ് പ്രതിഷേധവുമായി എത്തുന്നത്. ലിജോ അവിടെ ഉണ്ടെന്ന് കണക്കാക്കുന്നു. ലിജോ, എന്താണ് ഇപ്പോൾ അവിടെ സംഭവിക്കുന്നത്? പ്രമോദ്, വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് തേവലക്കര ഹൈസ്കൂളിലേക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ തന്നെ BJPയുടെ നേതൃത്വത്തിൽ ഗേറ്റിന് പുറത്തേക്ക്, അതായത് ഗേറ്റ് ഇപ്പോൾ പൂട്ടി പോലീസ് അതിന്റെ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പുറത്തു നിന്ന് ആർക്കും അകത്തേക്ക് കടന്നു വരാൻ സാധിക്കില്ല. അത് തന്നെയാണ് പ്രതിഷേധം ഉയർത്തുന്നതിന്റെ ഒരു കാര്യമെന്ന് പറയുന്നത്. നിലവിൽ നമ്മൾ കാണുന്നത് RSPയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഒരു പ്രതിഷേധമാണ്. RSPയും RYFും ചേർന്നുകൊണ്ട് നടത്തുന്ന ഒരു പ്രതിഷേധമാണ്. അതായത് ഈ സ്കൂളിലെ അനാസ്ഥകൾ നേരത്തെ തന്നെ പലകുറി അറിയിച്ചിട്ടും അത് കൃത്യമായി പരിഹരിക്കുന്നില്ല. മാത്രവുമല്ല, ഈ സംഭവം ഉണ്ടായി ഇത്രയും സമയമെടുത്തിട്ടും അതിന്റെ ഭാഗത്ത് കൃത്യമായി നടപടി സ്വീകരിച്ച് കേസെടുത്ത് മുന്നോട്ട് പോകുന്നതിന് ഒരു കാര്യമുണ്ടായില്ല. നേരത്തെ BJPയുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രതിഷേധം ഉണ്ടായപ്പോഴും അവർ പ്രധാനമായി ഉന്നയിച്ച ഒരു കാര്യമെന്ന് പറയുന്നത് ഈ വിദ്യാഭ്യാസ വകുപ്പിന് ഈ ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ട എയ്ക്കെതിരെ ഉൾപ്പെടെ കേസെടുത്തൊരു നടപടി സ്വീകരിക്കണം. മാത്രമല്ല, സ്കൂൾ മാനേജ്മെന്റ് അധികൃതരെ ഉൾപ്പെടെ പ്രതി ചേർത്തുകൊണ്ട് കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു പ്രതിഷേധമാണ് നേരത്തെ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതായത് അകത്തേക്ക് കയറി ഇവരോട് സംസാരിക്കണം, അതായത് ചർച്ച വിഷയം എന്താണെന്നുള്ളത് അവർക്ക് സംസാരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് RSPയുടെ നേതൃത്വത്തിൽ ഒരു ചർച്ച നടത്തുന്നത്. ADMുമായി ഇപ്പോൾ ഈ BJP പ്രവർത്തകർ സംസാരിക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത്. അതായത് ADM നേരത്തെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ADMിനെതിരെ പ്രതിഷേധവുമായി എത്തുന്നു. അതായത് കേസെടുത്ത് നടപടികളുമായി മുന്നോട്ട് പോകണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പറയുന്നത്. നേരത്തെ തന്നെ, അതായത് മന്ത്രിയുടെയൊക്കെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ADM നേരത്തെ തന്നെ ഇവിടെ എത്തുകയും ഈ കാര്യങ്ങൾ, അതായത് ഈ ഉദ്യോഗസ്ഥരുമൊക്കെ ആയിട്ട് ചർച്ച നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വിഷയം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ്. അതായത് നേരത്തെ തന്നെ പ്രതിഷേധവുമായി ഇവിടെ എത്തിയിരുന്നത് BJP പ്രവർത്തകരൊക്കെ തന്നെയായിരുന്നു. അവരെ ചർച്ചയ്ക്ക് വിളിക്കാതെ അതിനു പകരം കുറച്ചു സമയം മുൻപെത്തിയ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരെ അകത്തേക്ക് വിളിച്ചുകൊണ്ടുപോയി. അതായത് CPM